നമസ്കാരം. LD ക്ലർക്ക് പരീക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻവർഷ ചോദ്യപേപ്പർ ആൻസർ ചെയ്തു വരികയാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വായിച്ച് പഠിക്കാൻ സമയമില്ലാത്തവർക്ക് ഈ ഓഡിയോ കേട്ട് പഠിക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. പലതവണ ഓഡിയോ കേട്ട് കഴിയുമ്പോൾ നമുക്കത് ഹൃദിസ്ഥമാകും. അപ്പോൾ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം. ഓപ്ഷൻസ് നോക്കാം. മാവ്, തെങ്ങ്, പ്ലാവ്, പേരാൽ. ഇതിലേതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മരം? ഓപ്ഷൻ ബി തെങ്ങ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ബാംഗ്ലൂർ, കാശ്മീർ, ചണ്ഡീഗഡ്, ഡൽഹി. ഇതിലേതാണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ചണ്ഡീഗഡ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഓപ്ഷൻസ് നോക്കാം. പഞ്ചായത്ത്, ഗ്രാമസഭ, വാർഡ് കമ്മിറ്റി, അയൽക്കൂട്ടം. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഓപ്ഷൻ ബി ഗ്രാമസഭ എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീധന നിരോധനത്തിൻ്റെ നിയമം പാസാക്കിയ വർഷം? സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻസ് നോക്കാം. 2000, 1971, 1963, 1961. ആൻസർ ഓപ്ഷൻ ഡി 1961 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻസ് നോക്കാം. ആസാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര. ഏതാണ് ആൻസർ? ബിഹു ആസാമിലെ നൃത്തരൂപമാണ്. ഓപ്ഷൻ എ ആസാം എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി? കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി? ഓപ്ഷൻസ് വാഹന നികുതി, തൊഴിൽ നികുതി, എക്സൈസ് ഡ്യൂട്ടി, വിൽപ്പന നികുതി. ഇതിൽ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഓപ്ഷൻ ഡി വിൽപ്പന നികുതി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ഓപ്ഷൻസ് നോക്കാം. കാവേരി, കൃഷ്ണ, താപ്തി, തുംഗഭദ്ര. ഇതിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഓപ്ഷൻ സി താപ്തി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ഓപ്ഷൻസ് നോക്കാം. ചന്ദ്രഗുപ്തൻ, ശിവജി, അക്ബർ, അശോകൻ. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ ഭരണകാലത്താണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ ബി ശിവജി എന്നുള്ളതാണ് ആൻസർ. ക്വസ്റ്റ്യൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ? ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഓപ്ഷൻസ് നോക്കാം. രാമേശ്വർ ഓറൻ, വിജയ് കേൽക്കർ, KC നിയോഗി, കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ഓപ്ഷൻ ഡി കൻവർ സിംഗ് എന്നുള്ളതാണ് ആൻസർ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻസ് നോക്കാം. 2005, 2008, 2004, 2007. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ 2005 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി? കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. ഓപ്ഷൻസ് നോക്കാം. പത്മ രാമചന്ദ്രൻ, നിവേദിത പി ഹരൻ, നീല ഗംഗാധരൻ, എം ഫാത്തിമ ബീവി. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് ചോദിച്ചിരിക്കുന്നത്.
ഉത്തരം ഓപ്ഷൻ ബി നിവേദിത പി ഹരൻ എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ഓപ്ഷൻസ് നോക്കാം. ബൊക്കാറോ, ഭിലായ്, റൂർക്കല, ജാംഷഡ്പൂർ. ഇതിൽ ഏതാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല? ഓപ്ഷൻ സി റൂർക്കലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത ക്വസ്റ്റ്യൻ, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻസ് നോക്കാം. 2, 3, 4, 5. ഇതിലേതാണ് ജോലിക്ക് കൂലി എന്ന പദ്ധതി ആരംഭിച്ചത്? ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി 5 എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി 5. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് നോക്കാം. 2013, 2014, 2012, 2011. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ 2013 എന്നുള്ളതാണ് ആൻസർ. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. അടുത്ത ക്വസ്റ്റ്യൻ, ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ഗ്രാമം, ജില്ല, ബ്ലോക്ക്, താലൂക്ക്. ഇതിൽ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി താലൂക്ക് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ. 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ. ഓപ്ഷൻസ് ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. ഇതിൽ ആൻസർ ഓപ്ഷൻ ബി വെസ്റ്റ് ഇൻഡീസ് എന്നുള്ളതാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ 2019 മറ്റാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 2017 അപ്പോൾ 2016 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2024 എക്സാം എഴുതുമ്പോൾ നമ്മൾ 2023, 2022 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ് നോക്കാം. ആനി ബസന്റ്, വീരേശലിംഗം, പണ്ഡിത രമാബായി, ചട്ടമ്പി സ്വാമികൾ. ഇതിലാരാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത്? പണ്ഡിത രമാബായി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഓപ്ഷൻസ് നോക്കാം. വിവരാവകാശ നിയമം, സൈബർ നിയമം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം, സ്ത്രീ സംരക്ഷണ നിയമം. ഇതിലേതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വിവരാവകാശ നിയമം എന്നുള്ളതാണ് ആൻസർ. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻസ് നോക്കാം. ജൂലൈ 31, 1959, ഏപ്രിൽ 5, 1957, ജൂൺ 7, 1957, മെയ് 7, 1956. ഇതിലെ ആൻസർ ഓപ്ഷൻ ബി ഏപ്രിൽ 5, 1957 എന്നുള്ളതാണ് ആൻസർ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5, 1957. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ?
ഓപ്ഷൻസ് നോക്കാം. ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, എറണാകുളം. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. മുംബൈ, ബാംഗ്ലൂർ, തിരുവനന്തപുരം, ചെന്നൈ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നുള്ളതാണ്. ഇപ്പോൾ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻസ് നോക്കാം. ജലാലുദ്ദീൻ ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി, ഷേർഷാ, ഇൽത്തുമിഷ്. ആൻസർ ഓപ്ഷൻ ബി, അലാവുദ്ദീൻ ഖിൽജി എന്നുള്ളതാണ്. ഇന്ത്യയിൽ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദിര ആവാസ് യോജന എന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് നോക്കാം. ദാരിദ്ര്യം, തൊഴിൽ, വിദ്യാഭ്യാസം, കൃഷി. ഇന്ദിര ആവാസ് യോജന ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. ഓപ്ഷൻസ് നോക്കാം. മംഗൾയാൻ, അസ്ട്രസാറ്റ്, ജൂണോ, മാവേൻ. ഇതിലെ ആൻസർ ഓപ്ഷൻ സി, ജൂണോ എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജൂണോ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. ഓപ്ഷൻസ് നോക്കാം. ഷീല പട്നായിക്, സുഷമ പട്നായിക്, ലളിത കുമാരമംഗലം, ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ ഡി, ജയന്തി പട്നായിക് എന്നുള്ളതാണ് ആൻസർ. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത്? ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത്? ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, സ്പെയിൻ. ഇതിലെ ആൻസർ ഓപ്ഷൻ ബി, ബ്രിട്ടൻ എന്നുള്ളതാണ്. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ബ്രിട്ടൻ. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.